ഗുഡ് ആഫ്റ്റർനൂൺ. റഷീദ് അലി മാസ്റ്ററാണ് സംസാരിക്കുന്നത്. ഞാനിപ്പോഴേ സ്ക്രീൻ വീഡിയോയിൽ വന്നിരിക്കുന്നത്, എന്നോട് ഒരാൾ ഒരു സംശയം ചോദിച്ചു. ആ സംശയം ചോദിച്ചതിന് മറുപടിയുമായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നത്, അദ്ദേഹം ഈ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നമ്മളെ കൂടെ എൻട്രി ചെയ്ത വ്യക്തിയാണ്. ID അടിച്ചിട്ടുണ്ട്, പക്ഷേ ഇയാൾ എന്ത് ചെയ്തില്ല, ആക്ടിവേയും ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തെ വന്ന ശേഷം ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു സൈഡിൽ ഞാൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ സപ്പോർട്ട് കൊടുത്തപ്പോൾ അവിടെ കുറേ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ആക്ടിവേഷൻ ചെയ്തതിൻ്റെ പ്രോഫിറ്റ് അദ്ദേഹത്തിന് ഒരു ഭാഗത്ത് കയറി കിടക്കുന്നുണ്ട്. ഇദ്ദേഹമാണെങ്കിലോ അദ്ദേഹത്തിൻ്റെ ID ആക്ടിവേഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, മാസ്റ്റർ ജി, അതിൻ്റെ പ്രോഫിറ്റ് എനിക്ക് കിട്ടുമോ? എൻ്റെ താഴെ വന്നവർ ആക്ടിവേഷൻ ചെയ്യുന്നതിൻ്റെ പ്രോഫിറ്റ് എനിക്ക് കിട്ടുമോ? ആ ബൈനറി മാച്ച് ചെയ്യുമ്പോൾ ആ ക്യാഷ് എനിക്ക് എടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും എടുക്കാം കേട്ടോ. നമ്മൾ ഒരു ID അടിച്ചു, നമ്മൾ ID അടിച്ചുകൊണ്ട് തന്നെ ആക്ടിവേഷൻ ചെയ്താൽ വളരെ നന്നായി, വളരെ നല്ലത്. ഇനി ഒരാൾക്ക് കഴിഞ്ഞില്ല, അതിന് ശേഷം നമ്മളെ താഴെ ആര് എൻട്രി അടിച്ച് ആക്ടിവേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ പ്രോഫിറ്റ് നമുക്ക് ഒരു സൈഡിൽ വന്ന് കിടക്കും. അത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ID ആക്ടിവേഷൻ ചെയ്യും വേണം. അതിന് പുറമെ നമ്മളെ ലീഡർ സപ്പോർട്ട് ചെയ്യുന്ന ആ സൈഡിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ബിസിനസ് കൊണ്ടുവരികയും വേണം. അപ്പോൾ നമ്മൾ ആക്ടിവേഷൻ ചെയ്താൽ പിറ്റേ ദിവസം മുതൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് പ്രോഫിറ്റ് വന്നുകൊണ്ടിരിക്കും. അതിന് പുറമെ നമ്മൾ ആ ലീഡർ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റിൽ നമ്മൾ എൻട്രി ചെയ്താൽ, ആളുകളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നാൽ, ഈ ബിസിനസ്സിലേക്ക് ആളുകളെ കൊണ്ടുവന്നാൽ അതിൻ്റെ പ്രോഫിറ്റ് എപ്പോഴാണോ നമുക്ക് മാച്ചാകുന്നത് ആ സമയത്ത് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അദ്ദേഹത്തിൻ്റെ സൈറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പം അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ മൊബൈലിൻ്റെ ഇടത് ഭാഗത്ത് മുകളിൽ 3 ലൈൻ ഉണ്ട്. ആ ലൈൻ ടച്ച് ചെയ്യാം. ആ ടച്ച് ചെയ്യുമ്പോൾ ഈ മെനുവിൽ കുറേ കാര്യങ്ങളുണ്ട്. ഉണ്ടാവും ഡാഷ്ബോർഡ്, പ്ലാന്, BV ലോഗ്, ഡെപ്പോസിറ്റ് ലോഗ്, റെഫറൻസ്, ഡെപ്പോസിറ്റ് നൗ, വിഡ്രോ നൗ, മൈ ട്രീ അല്ലേ. ഈ മൈ ട്രീയിൽ ക്ലിക്ക് ചെയ്യുക. ഈ മൈ ട്രീയിൽ ക്ലിക്ക് ചെയ്താൽ ഇദ്ദേഹത്തിനുണ്ടല്ലേ, കണ്ടോ? അപ്പോൾ അദ്ദേഹത്തെ കണ്ടങ്ങൾ കണ്ടോ, അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ഇവിടെ കാണാം. ഇദ്ദേഹം ഇവിടെ ആക്ടിവേഷൻ ചെയ്തിട്ടില്ല. ആക്ടിവേഷൻ ചെയ്യാതിരിക്കുമ്പോൾ ആ റൗണ്ട് അദ്ദേഹത്തിൻ്റെ സൈറ്റ് എന്താണ്, വൈറ്റായി തെളിവില്ലാതെ കിടക്കുകയാണ് അല്ലേ, മങ്ങി കിടക്കുകയാണ്. എന്നാലും മറിച്ച് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ്. കണ്ടോ, ഇതങ്ങ് നോക്കുക. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ റൈറ്റ് സൈഡിൽ ആരുമില്ല, കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ ആരുമില്ല, അവിടെയൊക്കെ ബ്ലാങ്കായി കിടക്കുകയാണ്. എന്നാലും ഇദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കുറേ ആളുകൾ വന്നിട്ട് നോക്കുക. നമ്മളിവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഒരാളെ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത് കണ്ടോ, കണ്ടോ, ഇവിടെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് 3 ആൾ ഇവിടെ കാണാം, ഉണ്ടല്ലേ, 3 ആൾ. ഇനി അതിൻ്റെ ഏറ്റവും താഴെ വന്ന് ആ റൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ താഴെയുള്ള ആൾ മുകളിലേക്ക് ഇങ്ങനെ കയറി വരും. കണ്ടോ, 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 ഇനിയും താഴെ കണ്ടോ, ഇവിടെയും തന്നെ ഒരാൾ ആക്ടിവേഷൻ ചെയ്യാത്ത ഒരാളുണ്ട്. കണ്ടോ, ഇവിടെ കണ്ടോ, ഇങ്ങനെ കയറി വരും. നോക്കുക, ഇതേപോലെ നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ താഴെയുള്ള ആൾ മുകളിലേക്ക് ഇങ്ങനെ കയറി വരും. ഓരോ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇനി ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടോ, ഇതാ, ഇനി ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ ഓരോന്നിലും ക്ലിക്ക് ചെയ്താൽ നമ്മൾ കണ്ടോ, താഴെയുള്ള ആളുകൾ ഇങ്ങനെ കയറി വരും. കണ്ടോ, ഏറ്റവും താഴെയുള്ള ആൾ കണ്ടപ്പം കണ്ടോ, ഇതാ, ഇത് കണ്ടോ, ഇതാ ഏറ്റവും താഴെ ഇതുവരെ എത്തി. ഇതിൻ്റെ അടുത്ത ഭാഗത്ത് ഇനി ബ്ലാങ്കാണ്. അപ്പോൾ ഇത്ര ആളുകളെ ഇദ്ദേഹത്തിന് ലെഫ്റ്റ് സൈഡിൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് അവിടെ വരുമാനം ഒന്ന് കിടക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ആ 3 ലൈന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തിട്ട് ഇവിടെ നോക്കാം നമുക്ക്. ഇദ്ദേഹത്തിൻ്റെ സൈറ്റിൽ തന്നെ വീണ്ടും പോവാം. അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ പോവുക. വീണ്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ സൈറ്റിൽ തന്നെ വീണ്ടും ഞാൻ പോകുന്നത് നമുക്ക് കാണാം. ഇദ്ദേഹത്തിൻ്റെ സൈറ്റിലേക്ക് നമ്മൾ റിവേഴ്സ് ചെയ്ത് വന്നാൽ കാണാം കേട്ടോ. എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റണം. ഇതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സൈറ്റിൽ ഞാൻ വന്നു, കണ്ടില്ലേ. ഇനി നോക്കുക, നമ്മൾ ID കണ്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരൊക്കെ നിങ്ങൾ ആദ്യം കണ്ട ആൾ ഇവിടെ ഉണ്ട്. അദ്ദേഹം ആക്ടിവേഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി നോക്കുക, ഇദ്ദേഹത്തിന് ലെഫ്റ്റ് സൈഡിൽ ഞാൻ കൊടുത്ത സപ്പോർട്ട് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ,
ലെഫ്റ്റ് സൈഡിൽ 18 പേരെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ കണ്ടോ, അതിൽ ആക്ടിവേഷൻ ചെയ്തവരുണ്ട്, ചെയ്യാത്തവരുണ്ട്. ചെയ്തവരിൽ നിന്നും അദ്ദേഹത്തിന് 1100 USDT വന്നിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, 1100 USDT എന്ന് പറഞ്ഞാൽ എത്രയായി? 99,000 രൂപ, 1,00,000 രൂപയോളമായി. 1,00,000 രൂപയോളം ഇദ്ദേഹത്തിന് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. എവിടെ? ഇദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, 1100 എല്ലാം ഇവിടെ കാണാം. ഇതാണ് അപ്പെക്സിൻ്റെ ഒരു പവർ. ഈ കമ്പനി അത്രയ്ക്കും നല്ലൊരു കമ്പനി. എല്ലാ കാര്യം സൈറ്റ് ഓപ്പൺ ചെയ്താൽ തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഈ 1100 USDT എന്ന് പറഞ്ഞാൽ 99,000 രൂപയാണ്. ഇപ്പം ഇദ്ദേഹം ആക്ടിവേഷൻ ചെയ്തിട്ടില്ല, എന്നിട്ടും അദ്ദേഹത്തിന് എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ താഴെ വന്നവർ ബിസിനസ് ചെയ്തപ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കയറി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇദ്ദേഹം എന്താ വേണ്ടത്? ഇദ്ദേഹത്തിൻ്റെ കണ്ടോ റൈറ്റ് സൈഡ് കണ്ടോ നിങ്ങൾ, 0 ടോട്ടൽ റൈറ്റ്, നേരെ മറിച്ച് ടോട്ടൽ ലെഫ്റ്റ് 18 കണ്ടോ. ഇനി ഇദ്ദേഹം എന്താ വേണ്ടി? ഇദ്ദേഹത്തിൻ്റെ റൈറ്റ് ലിങ്ക് എടുക്കണം. അതെങ്ങനെ എടുക്കുക? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ 3 ലൈനിൽ ടച്ച് ചെയ്യുക. ആ 3 ലൈനിൽ ടച്ച് ചെയ്താൽ റഫറൽസ് എന്ന് കാണും ഇവിടെ മെനുവിൽ കണ്ടോ. ഡാഷ്ബോർഡ്, പ്ലാന്, BV ലോഗ്, ഡെപ്പോസിറ്റ് ലോഗ്, റഫറൽസ്, ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇദ്ദേഹം എന്താ വേണ്ടി? ഇനി ഇദ്ദേഹത്തിന് റൈറ്റ് ലിങ്ക് എടുക്കുക. ഞാൻ ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് ലിങ്കിലാണ്. അപ്പോൾ ഇനി ലെഫ്റ്റിൽ അദ്ദേഹം നോക്കണ്ട, അവിടെ ഞാൻ കൊണ്ടുപോകും. ഞാൻ എൻ്റെ കൂടെ വരുന്നവർക്കൊക്കെ ഒരു സൈഡിൽ ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെറുതെ പറയുന്നതല്ല, അത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ ഇദ്ദേഹം കൊടുക്കേണ്ട റൈറ്റ് ലിങ്ക്, അത് ഈ റൈറ്റ് റഫറൽസ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടോ ഇവിടെ ജോയിൻ ലെഫ്റ്റും ജോയിൻ റൈറ്റും എന്ന് വന്നു. ഈ റൈറ്റ് ലിങ്ക് ഇദ്ദേഹം കോപ്പി ചെയ്യുക. ഇത് കോപ്പി ചെയ്യുക, റൈറ്റ് ലിങ്ക്. ഈ റൈറ്റ് ലിങ്ക് കോപ്പി ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ വാട്സപ്പിലേക്ക് ഞാനത് അയച്ചു കൊടുക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളെ വാട്സപ്പിൽ തന്നെ ഇതേപോലെ കൊണ്ടുവരിക. ഞാൻ തൽക്കാലം ഇദ്ദേഹത്തിന് തന്നെ അയച്ചു കൊടുക്കുകയാണ്. ആണോ, ഞാൻ ഇദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നു ഇദ്ദേഹത്തിൻ്റെ റൈറ്റ് ലിങ്ക്. ഞാനിവിടെ കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ വാട്സപ്പിൽ. ഞാൻ അദ്ദേഹത്തിന് അത് അയച്ചു കൊടുത്തു. ഓക്കെ, ഈ റൈറ്റ് ലിങ്കാണ് ഇനി അദ്ദേഹം എല്ലാവർക്കും കൊടുക്കേണ്ടത്. മനസ്സിലായോ? ഈ റൈറ്റ് ലിങ്കിൽ വരുന്നവരുടെ പെയർ മാച്ച് ഇൻകം ഇദ്ദേഹത്തിന് കിട്ടും. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇദ്ദേഹം എത്രയാണോ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ പ്രോഫിറ്റ് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇദ്ദേഹത്തിന് എല്ലാ ദിവസവും കിട്ടും. ഇദ്ദേഹം 9,000 ഇൻവെസ്റ്റ് ചെയ്താൽ ഇദ്ദേഹത്തിന് ഡെയിലി $1 വരും. ഇയാൾ 4,500 ഇൻവെസ്റ്റ് ചെയ്താൽ ഡെയിലി $0.5 വരും. ഇനി ഇയാൾ പിന്നെ 27,000 ഇൻവെസ്റ്റ് ചെയ്തു, എന്നാൽ അദ്ദേഹത്തിന് $3 വരും. ഇനി അതല്ല, ഇദ്ദേഹം 36,000 രൂപ $400 USDT ഇൻവെസ്റ്റ് ചെയ്താൽ ഇദ്ദേഹത്തിന് $4 വരും. മനസ്സിലായോ? ഓക്കെ, അപ്പം മാത്രമല്ല, ഇദ്ദേഹം ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഒരു 36,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ സ്പോട്ടിൽ ഇദ്ദേഹത്തിന് എന്ത് കിട്ടും? റഫറൽ ഇൻകമായിട്ട് കിട്ടും, റഫറൽ കിട്ടും. പിന്നെ എപ്പോഴാണോ അത് പെയർ മാച്ച്, ഇനി ഇദ്ദേഹം റൈറ്റ് സൈഡിൽ ആളുകളെ കൊണ്ടുവരുമ്പം പെയർ മാച്ച് വെക്കുമ്പോൾ അതും കിട്ടും. മനസ്സിലായോ? അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ ആക്ടിവേഷൻ ചെയ്തില്ല. ചെയ്യൽ ഏറ്റവും നല്ലതാണ്. നമ്മൾ ചെയ്യാതിരുന്നാൽ നമുക്ക് ക്യാഷ് ഇല്ല. നമുക്ക് ക്യാഷ് കിട്ടാൻ കുറച്ച് വഴുകി. നമ്മളെ കൂടെ വന്നവർ അല്ലെങ്കിൽ നമ്മളെ ലീഡർ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്കൊരു ഭാഗത്ത് പവർ തന്നിട്ടുണ്ടെങ്കിൽ ആ പവറിൽ കിടക്കുന്ന ക്യാഷ് നഷ്ടപ്പെടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഇവിടെ വന്നാൽ ആ ക്യാഷ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇവിടെ ഇല്ല അപ്പെക്സിൽ. അത്രയും നല്ലൊരു ബിസിനസ്സാണ് അപ്പെക്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കുക എല്ലാവരും. എന്ത് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ വേണ്ടി അറിയാനും വേണ്ടി നമ്മൾ ഡെയിലി സൂം മീറ്റിംഗ് നടത്തുന്നുണ്ട്. ഡെയിലി 7:30 മണിക്ക് GRD ഇവിടെ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നുണ്ട്? 7:30 മണിക്ക് സൂം മീറ്റിംഗ് നടത്തുന്നുണ്ട്. 7:30 മുതൽ 8:30 മണി വരെ ഡെയിലി 1 മണിക്കൂർ നമ്മൾ എല്ലാ കാര്യവും വസ്തുനിഷ്ഠമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ എല്ലാ ദിവസവും സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. സംശയമുള്ളതൊക്കെ പേഴ്സണലി നിങ്ങളെ ബിസിനസ്സിലേക്ക്
കൊണ്ടുവന്നവരോട് ചോദിക്കുക. ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, അതെല്ലാവർക്കും സംശയമായിരിക്കും. നമ്മൾ ഐ ഡി അടിച്ചു. അപ്പോൾ നമ്മൾ മുൻകൂട്ടി ഐ ഡി അടിച്ചാലുള്ള ഗുണം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ വേഗം നമുക്ക് ഈ ബിസിനസ് അവസരം തന്ന ആൾക്ക് എന്തു ചെയ്യണം? നമുക്ക് ഈ ബിസിനസ് അവസരം തന്ന വ്യക്തിക്ക് വേഗത്തിൽ നമ്മളെ പേരും മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും നമ്മളെ ജിമെയിൽ ഐ ഡിയും അയച്ചു കൊടുക്കുക. എന്നാൽ എന്ത് ചെയ്യും? അദ്ദേഹം ഐ ഡി അടിച്ചിടും. ഐ ഡി അടിച്ചിട്ടിട്ട് പിന്നെ അതിന് ശേഷം അദ്ദേഹം അതിന് താഴെ ബിസിനസ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് നമുക്കൊരു ഭാഗത്ത് കയറി കിടക്കും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പവർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പിന്നെ നമ്മൾ സൈറ്റ് ആക്ടിവേഷൻ ചെയ്തിട്ട് നമ്മൾ ആ ലീഡറെ സപ്പോർട്ട് ചെയ്യുന്ന ഐ ഡിയുടെ ഓപ്പോസിറ്റിൽ നമ്മൾ ആളെ വെക്കുമ്പോൾ നമുക്ക് ബൈനറിയും കിട്ടും. ഓക്കെ. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഈ അപെക്സിൻ്റെ ബിസിനസ് അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ വേഗം നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളെ പേരും മൊബൈൽ നമ്പറും മെയിൽ ഐ ഡി അയച്ചു കൊടുക്കുക. ക്യാഷ് ഉണ്ടെങ്കിൽ ഉടനെ അപ്പം തന്നെ അതും അയച്ചു കൊടുക്കുക. ഇല്ല എങ്കിലും നിങ്ങൾക്ക് ഐ ഡി ഫ്രീ ആയിട്ട് ഐ ഡി അടിച്ചിടാനുള്ള അവസരം, ഫ്രീ ആയിട്ട് ഐ ഡി അടിക്കാനുള്ള ഒരവസരം അപെക്സിലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ വൃത്തിയായി വ്യക്തമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യണമെന്ന് വളരെ വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. നന്ദി, നമസ്കാരം. ജയ് ഇന്ത്യ, ജയ് അപെക്സ്. റഷീദ് അലി മാസ്റ്റർ, മഞ്ചേരി.